Friends, welcome back to our channel Wealthy Life. 3 സെപ്റ്റംബർ 2021 ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സ്റ്റോക്കുകളും ആ സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ട റീസെൻറ്റ് ന്യൂസ് അപ്ഡേറ്റുമാണ് ഇന്നത്തെ വീഡിയോ വഴി കവർ ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്. ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റേക്ക് അക്വിസിഷൻ, സ്റ്റേക്ക് സെയിൽ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റോക്കാണ് കാവേരി സീഡ്സ് എന്ന കമ്പനി. കാവേരി സീഡ്സ് എന്ന കമ്പനി അതിൻ്റെ തന്നെ 3,19,144 ഇക്വിറ്റി ഷെയറുകൾ 583 രൂപ 78 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ അക്വിസിഷൻ നടത്തിയിട്ടുണ്ട്. MC Dell ഹോൾഡിംഗ് എന്ന കമ്പനിയുടെ റിക്കവറി ഓഫീസർ ഈ കമ്പനിയുടെ 1,10,561 ഷെയറുകൾ 37 രൂപ 75 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്തിട്ടുണ്ട്. റോസറി ബയോടെക് എന്ന കമ്പനി ഫസ്റ്റ് ട്രഞ്ച് എന്ന കമ്പനിയുടെ 76% സ്റ്റേക്കുകൾ അതായത് ട്രൈസ്റ്റാർ ഇൻ്റർമീഡിയറ്റ്സിൽ നിന്നും അക്വിസിഷൻ ചെയ്തിട്ടുണ്ട്. GOCL കോർപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഈ കമ്പനി APDLE എസ്റ്റേറ്റ്സ് എന്ന കമ്പനിയെ അക്വിസിഷൻ ചെയ്തിട്ടുണ്ട്. മുൻപ് APDLE എസ്റ്റേറ്റ്സ് എന്ന കമ്പനിയെ ഹിന്ദുജ റിയാലിറ്റി വെഞ്ചേഴ്സ് ഗ്രൂപ്പിൻ്റെ സബ്സിഡറി കമ്പനിയായിരുന്നു. അതുപോലെ തന്നെ സ്റ്റേക്ക് അക്വിസിഷൻ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്കാണ് വഖാർഡ് എന്ന കമ്പനി. ഈ കമ്പനിയിൽ പ്രൊമോട്ടേഴ്സ് അവരുടെ പ്ലഡ്ജ് ഷെയർ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് 12.4 ലക്ഷം ഷെയറുകളാണ് റീസെൻ്റ്ലി പ്രൊമോട്ടേഴ്സ് പ്ലഡ്ജ് ചെയ്തത്. ഇതിൻ്റെ ഫലമായി കമ്പനിയിലുള്ള ടോട്ടൽ ഷെയറുകളുടെ പ്ലഡ്ജ് നോക്കുകയാണെങ്കിൽ 28.40% പ്ലഡ്ജ് ഷെയർ ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലഡ്ജ് ഷെയർ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്കാണ് ഏഷ്യൻ പെയിൻറ്റ്സ് എന്ന സ്റ്റോക്ക്. ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ പ്രൊമോട്ടേഴ്സ് റീസെൻ്റ്ലി ഈ കമ്പനിയുടെ ലോൺ ക്ലോഷറിൻ്റെ ഭാഗമായി 10.99 ലക്ഷം ഷെയറുകളെ പ്ലഡ്ജിൽ നിന്നും റിലീസ് ചെയ്തിട്ടുണ്ട്. ഫണ്ട് റേസ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് J&K ബാങ്ക്. J&K ബാങ്ക് 1000 കോടി രൂപയുടെ ഫണ്ട് റേസ് ആണ് ചെയ്യുന്നത്. ഫണ്ട് റേസ് ചെയ്യുന്നത് നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ അതായത് പ്രൈവറ്റ് പ്ലേസ് ബേസിൽ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്താണ് J&K ബാങ്ക് ഫണ്ട് റേസ് ചെയ്യുന്നത്. ഫണ്ട് റേസ് പോയിന്റ് ഓഫ് വ്യൂ വളരെ നല്ലൊരു മൊമെൻറ്റം നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു സ്റ്റോക്കാണ് HDFC ലൈഫ് ഇൻഷുറൻസ് എന്ന കമ്പനി. ഈ കമ്പനിയുടെ ഫണ്ട് റേസ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് പുറത്തു വന്നിട്ടില്ല. എന്നാലും ഫണ്ട് റേസുമായിട്ടുള്ള ന്യൂസിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ ഇത്രയും വലിയൊരു മൊമെൻറ്റം കാണാൻ സാധിക്കുന്നത്. ഫണ്ട് റേസ് പോയിന്റ് ഓഫ് വ്യൂ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് അദാനി ഗ്രീൻ എനർജി എന്ന സ്റ്റോക്ക്. അദാനി ഗ്രീൻ എനർജി എന്ന കമ്പനി $750 മില്യൺ ഫണ്ട് റേസാണ് ഗ്രീൻ ബോണ്ട് വഴി നടത്തിയിരിക്കുന്നത്. സ്റ്റേക്ക് അക്വിസിഷൻ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്കാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്ക്. റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയുടെ ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയായ റിലയൻസ് റീറ്റെയിൽ വെഞ്ചർ ലിമിറ്റഡ് എന്ന കമ്പനി ജസ്റ്റ് ഡയലിൻ്റെ 40.98% സ്റ്റേക്ക് ഇതുവരെ അക്വിസിഷൻ ചെയ്തിട്ടുണ്ട്. ഈ അക്വിസിഷൻ വഴി ജസ്റ്റ് ഡയൽ എന്ന കമ്പനിയുടെ സോൾ കൺട്രോളിംഗ് പവർ റിലയൻസ് ഇൻഡസ്ട്രിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വർക്ക് ഓർഡർ പോയിന്റ് ഓഫ് വ്യൂ ഇന്ന് നമ്മൾക്ക് 2 സ്റ്റോക്കുകളെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഒന്ന് SH കെൽക്കർ കമ്പനിയും അതുപോലെ തന്നെ സാലാസർ ഇലക്ട്രോണിക്സ് എന്ന കമ്പനിയും. SH കെൽക്കർ ആൻഡ് കമ്പനിയെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഹെൽത്ത് കെയർ സെഗ്മെൻറ്റിൽ ആവശ്യമായിട്ടുള്ള ഒരു വർക്ക് ഓർഡറാണ് ഈ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. അതും ഒരു ഗ്ലോബൽ FMCG സെക്ടറിലെ മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്നുള്ള വർക്ക് ഓർഡറാണ് ഈ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. SH കെൽക്കർ ആൻഡ് കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള സെക്കൻഡ് പോസിറ്റീവ് ന്യൂസ് അപ്ഡേറ്റ് ഈ കമ്പനിയുടെ മഹദിലുള്ള യൂണിറ്റ് അതിൻ്റെ പ്രവർത്തനം പുനരാരംഭിച്ചിട്ടുണ്ട്. ഇതും ഈ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ഒരു പോസിറ്റീവ് ന്യൂസാണ്. സാലാസർ ഇലക്ട്രോണിക്സ് എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ട പോസിറ്റീവ് ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ കമ്പനി സാലാസർ മാർച്ച് ഇലക്ട്രോ മൊബിലിറ്റി എന്ന പേരിൽ ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി ആരംഭിച്ചിട്ടുണ്ട്. അതായത് കൺവെൻഷണൽ ബൈക്ക്, ഓട്ടോറിക്ഷ, കാർ, ബസ് തുടങ്ങിയ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഡ്രിവൺ വെഹിക്കിൾസിനെ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ആക്കി മാറ്റാനുള്ള ഒരു കൺവേർഷൻ കിറ്റാണ് ഈ കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഫാർമ സെക്ടറിലെ 2 സ്റ്റോക്കുകളാണ് ബജാജ് ഹെൽത്ത് കെയർ എന്ന സ്റ്റോക്കും നാറ്റ്കോ ഫാർമ എന്ന സ്റ്റോക്കും. ബജാജ് ഹെൽത്ത് കെയർ എന്ന സ്റ്റോക്ക് ലിംലൈറ്റിലെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ കമ്പനി ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസിൻ്റെ നിർമ്മാണം ആരംഭിച്ചു എന്നുള്ളൊരു ന്യൂസാണ്. ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നിമുസാലൈഡ് എന്ന പേരിലുള്ള ഒരു ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസിൻ്റെ പ്രൊഡക്ഷനാണ് ബജാജ് ഹെൽത്ത് കെയർ എന്ന കമ്പനി ആരംഭിച്ചത്. അതുപോലെ തന്നെ നാറ്റ്കോ ഫാർമ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് പരിശോധിക്കുകയാണെങ്കിൽ ജനറിക് ക്യാൻസർ ഡ്രഗ് നാറ്റ്കോ ഫാർമ കാനഡയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. എയർടെൽ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എയർടെൽ എന്ന കമ്പനി 5G
ലോഞ്ച് ചെയ്യുന്നതിന് മുന്നോടിയായിട്ടുള്ള 5G അവയർനെസ് ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് എയർടെലിൻ്റെ 5G റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്പിലേക്കുള്ള ഒരു അഗ്രസീവ് ആക്ടിവിറ്റി ആയിട്ട് തന്നെ നമ്മൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓൺ മൊബൈൽ ഗ്ലോബൽ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ കമ്പനിയുടെ പനാമയിലുള്ള ബ്രാഞ്ച് ഓൺ മൊബൈൽ ഗ്ലോബൽ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.